മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ മിസ് ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് SLC എക്സാമിനോട് ഭാഗമായിട്ട് ഒരു 3 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിരുന്നു അല്ലേ? സെറ്റ് എ ഉണ്ട്, സെറ്റ് ബി ഉണ്ട്, സെറ്റ് സി ഉണ്ട്. അതിനകത്ത് എയും ബിയും മിസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണേണ്ടതാണ്. കാര്യം അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അത്യാവശ്യമല്ല, നന്നായി ഗുണം ചെയ്യുന്നതാണ്. കാര്യം ഈ ഒരു പാറ്റേൺ തന്നെയാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേ പാറ്റേൺ തന്നെയായിരിക്കും SLCക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. അപ്പോൾ മിസ് എന്തായാലും വാചകം ഒഴിച്ച് ടൈം ഒന്നും കളയുന്നില്ല, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഹ്യൂമൻ ആൻസസ്റ്റർ എമംഗ് ദ ഫോളോയിങ് ഇസ് എ കണ്ടംപററി ഓഫ് മോഡേൺ മാൻ. അതായത് ആധുനിക മനുഷ്യനെ സമകാലികനായിട്ടുള്ള മനുഷ്യപൂർവിക ജീവി ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട മക്കളെ, ഏതാണ്? ഹോമോ നിയാണ്ടർതാലൻസിസ്. അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഹ്യൂമൻ എവല്യൂഷൻ്റെ ആ ഒരു കുറച്ച് പേരുകൾ കൊടുത്തിട്ടില്ലേ, വായിക്കൊള്ളാത്ത കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത പേരുകൾ, അതെല്ലാം പഠിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ പഠിക്കുക, ഒരു ക്രാനിയൽ കപ്പാസിറ്റി പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ വെറുതെ മാർക്ക് കളയേണ്ട, സിമ്പിളാണ്. അപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത പേരെന്നുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വെറുതെ മാർക്ക് കളയേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കഴിഞ്ഞു. രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: നൈറ്റ് ബ്ലൈൻഡ്നസ് ആൻഡ് സെറോഫ്താൽമിയ ആർ ഐ ഡിസീസസ്. അതറിയാവുന്ന കാര്യമാണ്. കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ, അതായത് വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്ര രോഗങ്ങളാണ് എന്ത്? സെറോഫ്താൽമിയയും അതുപോലെ തന്നെ നിശാന്തതയും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രസ്താവന 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് 2 കൊടുത്ത് പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നസ്, അതായത് വിറ്റാമിൻ എയുടെ ദീർഘകാല അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് നിശാന്തത. അത് തെറ്റാണ് കേട്ടോ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖം സിറോഫ്താൽമിയാണ്, നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. അപ്പോൾ അതാണ് വരുന്നത് ആൻസർ. യെസ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, 2 ഈസ് ഫോൾസ്. അതാണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് വേണം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസേഴ്സൊക്കെ എഴുതാനായിട്ട്. കാര്യം മാറിപ്പോകാനും കൺഫ്യൂഷൻ അടിക്കാനും ഭയങ്കര സാധ്യത കൂടുതലാണ് കേട്ടോ. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മുടെ ചെവിയുടെ ഭാഗങ്ങൾ അല്ലേ, ചെവിയുടെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലീനിയർ മൂവ്മെൻറ്റ് ഓഫ് ഹെഡ്, തലയിലെ രേഖീയ ചലനങ്ങൾ, അതേതാണ്? P3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. P എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇനി റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഓഫ് ഹെഡ്. റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എന്തായിരിക്കും ഇവിടെ? സെമി സർക്കുലർ കനാലാണ് അല്ലേ? സെമി സർക്കുലർ കനാലാണ്. നമ്മുടെ തല ഇങ്ങനത്തെ ഒക്കെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ സെമി സർക്കുലർ കനാലിലെ രോമകോശങ്ങളാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഹെയർ സെൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇനി മൂവ്മെൻറ്റ് ഓഫ് എൻഡോലിംഫ് ഇൻ കോക്ലിയ വരുമ്പോൾ ഓർഗൻ ഓഫ് കോട്ടി ഇങ്ങനെയാണ് വരുന്നത്. ഇനി വൈബ്രേഷൻ ഓഫ് സ്റ്റേപ്സ്, അത് ഓവൽ വിൻഡോ വരുന്നത്. അപ്പോൾ P എന്ന് പറയുന്നത് 3, Q എന്ന് പറയുന്നത് എത്രയാണ്? 5. P3Q5 ഇതാണ്. അതെ, C. ഇതാണ് കറക്റ്റ് ആൻസർ. അതുപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, R എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ആണ് കണ്ടോ. S എന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെ എഴുതിയിട്ട് വേണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറിപ്പോകില്ല, അതുകൊണ്ടാണ്. അപ്പോൾ C ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. തലയുടെ രേഖീയ ചലനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റിബ്യൂളിലെ രോമകോശങ്ങളാണ്. ഭ്രമണ ചലനങ്ങൾ എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാലിലെ രോമകോശങ്ങളാണ്. കോക്ലിയ എൻഡോലിംഫിൻ്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? ഓർഗൻ ഓഫ് കോട്ടിയാണ്. സ്റ്റേപ്പിസിൻ്റെ കമ്പന ഓവൽ വിൻഡോ ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാ കാര്യം ഏതിന്ന് വേണമെങ്കിലും മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമാണ്, അതായത് കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം പഠിക്കുക, വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. ഇനി അടുത്തത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറയുന്നത്. SRI ജീൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. SRI ജീൻസ് ഓൺ ദ Y ക്രോമസോം ഡിറ്റർമിൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓവറിയോ ആൻഡ് ദ എംബ്രിയോ. തെറ്റാണ്. കാരണം SRI ജീൻസ് നമ്മുടെ ടെസ്റ്റിസിലെ വൃഷണത്തിലെ കാര്യങ്ങളാണ് നോക്കുന്നത്, അതല്ലാതെ ഓവറിയിലെ കാര്യമല്ല നോക്കുന്നത്. അപ്പോൾ തെറ്റാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ക്രോമസോം ദാറ്റ് ഡിറ്റർമിൻ ഫിസിക്കൽ ട്രേറ്റ്സ് ആർ ഓട്ടോസോംസ്. ഓക്കെ, അത് ശരിയാണ്. സൊമാറ്റിക് ക്രോമസോംസ് ആണ് ഫിസിക്കൽ. ഓട്ടോസോം എന്ന് വെച്ചാൽ സൊമാറ്റിക് ക്രോമസോംസ് ആണ്. സൊമാറ്റിക് ക്രോമസോംസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നത്. ഇനി DNA സ്ട്രാൻഡ് വിത്ത് അറൗണ്ട് ഹിസ്റ്റോൺ ഒക്ടോമർ ഫോംസ് സ്ട്രക്ചർ ഓഫ് കോൾഡ് ന്യൂക്ലിയോസോം. അതും കറക്റ്റ് തന്നെയാണ്. ഇൻ ദ ക്രോമസോം ന്യൂക്ലിയോസോംസ് ആർ കണക്റ്റഡ് ബൈ ദ സെൻട്രോമിയർ. അല്ല, തെറ്റാണ്. അപ്പോൾ 2, 3 ശരിയായിട്ട് വരുന്നത് കേട്ടോ. 2, 3 ശരിയായിട്ട് വരുന്നത്. യെസ്, അപ്പോൾ C ആണ് കറക്റ്റ്.
2 and 3 ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ. അപ്പോൾ അതേ മലയാളം മീഡിയം ശ്രദ്ധിക്കുക. Y ക്രോമസോമിലെ SRI ജീനാണ് ഭ്രൂണത്തിൻ്റെ അണ്ടാശയത്തിൻ്റെ വികാസത്തിന് കാരണമാണ്. തെറ്റാണ്. അത് പുരുഷന്മാരെ സംബന്ധിക്കുന്നതാണ് Y ക്രോമസോംസ്. അതിനകത്ത് അപ്പോൾ ഓവറിന്നും ഭ്രൂണെന്നും അണ്ടാശയം എന്നും വന്നാൽ തന്നെ അതെന്താണ്, തെറ്റാണെന്നാണ് മീൻ ചെയ്യുന്നത്. ശാരീരിക സവിശേഷതകൾ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോംസുകൾ. കറക്റ്റ് ആയിട്ടാണ്. ഹിസ്റ്റോൺ അക്ടാമറിന്റെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോമുകൾ രൂപം കൊള്ളുന്നു. അതും ശരിയാണ്. ക്രോമസോമിൽ ന്യൂക്ലിയോസോമുകൾ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ല, ക്രോമാറ്റിഡുകളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി 1ഉം 4ഉം തെറ്റാണ്. അപ്പോൾ C ആണ് വരുന്നത് കേട്ടോ. 2ഉം 3ഉമാണ് ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് കണ്ണിൻ്റെ കാര്യമാണ്. കണ്ണിൻ്റെ കാര്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്തായാലും ചോദിച്ചിരിക്കും. കണ്ണിന് വേണമെങ്കിൽ ഒരു അത്യാവശ്യം കൂടുതൽ വെയിറ്റേജ് വരാൻ പോകുന്നൊരു ടോപ്പിക്ക് കണ്ണാണ്. അപ്പോൾ കണ്ണ് നിങ്ങൾ ഒരു കാരണം വെച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് എക്സാമിനായിട്ട് അത്യാവശ്യം ക്യാപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ കണ്ണിൽ ഈ പറഞ്ഞ പ്യൂപ്പിളിൻ്റെ സൈസിനെ ചോദിച്ചിട്ട് പ്യൂപ്പിളിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എയും ബിയും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താടാ? എ എന്ന് പറയുന്നത് റേഡിയൽ മസിൽസ് ആണ്. റേഡിയൽ മസിൽസ് ആണ്. ഇനി ഈ പറയുന്ന റൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ? സർക്കുലർ മസിൽസ് ആണ്. ബി എന്ന് പറയുന്നത് സർക്കുലർ മസിൽസ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് റേഡിയൽ മസിൽസും ബി എന്ന് പറയുന്നത് സർക്കുലർ മസിൽസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ ഡസ് ദെയർ ആക്ഷൻ ഡിഫറെൻറ്റ് ഇൻ ബ്രൈറ്റ് ആൻഡ് ഡിം ലൈറ്റ്? ഇതിനൊരു കോഡ് മിസ് പറഞ്ഞിരുന്നു. DRഉം അതുപോലെ ബിസി. അതായത് DR എന്ന് പറഞ്ഞാൽ ഡിം ലൈറ്റിൽ, അതായത് മങ്ങിയ വെളിച്ചത്തിൽ റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. അതായത് ബ്രൈറ്റ് വെളിച്ചത്തിൽ സർക്കുലർ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് വരുന്നത്. അതാണ് എൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് ഭയങ്കരമായിരിക്കുന്ന ബ്രൈറ്റ് ലൈറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റാണ്, തീവ്ര പ്രകാശമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സർക്കുലർ മസിൽസ് ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. അതേസമയം മങ്ങിയ വെളിച്ചത്തിൽ, വെളിച്ചമൊന്നും ഇല്ല, നമ്മൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുട്ട് റൂമിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിം ലൈറ്റ് ആണെങ്കിൽ എന്താണ്? റേഡിയൽ മസിൽസ് ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഭാഗം, അതായത് ഒന്നിലെ പ്യൂപ്പിളിൻ്റെ സൈസ് അല്ലെങ്കിൽ എന്താണ് മറ്റേ ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും കാണുമ്പോൾ ഉണ്ടാകുന്ന ലെൻസിൻ്റെ പ്രത്യേകതകളില്ല, അതും ഒന്ന് നോക്കിയിരിക്കണം. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ 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 കൂടുതലാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വേരിയേഷൻ ഇൻ പ്രൊഡക്ഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഹെൽപ്പ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മൾ വെളിച്ചവും ഇരുട്ടും തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഏതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ? മക്കളെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ചോദിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അനുസരിച്ച് സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നോക്കിയേക്കാം. ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? ഗ്ലൂട്ടമേറ്റ് ആണ് കേട്ടോ. ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ ഈ പറയുന്ന ഇരുട്ടും വെളിച്ചവും നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. ഇരുട്ട് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതായത് ഇരുട്ടാണെന്നുണ്ടെങ്കിൽ റോഡ് സെൽസ് സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട്. അതുവഴി എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. അതുവഴി ഓൺ ബൈപോളാർ സെൽസ് ഇനാക്റ്റീവ് ആവുകയും ഓഫ് ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. ഓഫ് ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇമ്പൾസ് പോകുന്നത് വഴി ബ്രെയിന് മനസ്സിലാവുന്നുണ്ട് ഇരുട്ടാണെന്നുള്ളത്. അതുവഴിയാണ് നമ്മൾ ഇരുട്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം തിരിച്ചറിയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. ഫ്ലോ ചാർട്ടായിട്ടാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട്, അതായത് ഇരുട്ട് എങ്ങനെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ വെളിച്ചം എങ്ങനെ, അല്ലെങ്കിൽ പ്രകാശം എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് രണ്ടും രണ്ട് ബോക്സിലാക്കി, രണ്ട് ഫ്ലോ ചാർട്ടിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വ്യക്തമായിട്ട് പഠിക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ആറാമത്തത് റീഡ് ദ ന്യൂസ് റിപ്പോർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. DNA അനാലിസിസ് ഓഫ് ഫോസിൽ സ്കൾ ഹെൽപ്പ് ടു ട്രേസ് എ ഹ്യൂമൻ ആൻസിസ്റ്റർ. അതായത് ഫോസിലിൻ്റെ രൂപത്തിൽ ലഭിച്ച മനുഷ്യ തലയോട്ടിയുടെ DNA പരിശോധനയിലൂടെ വംശപാരമ്പര്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഇത് ഏത് ടെക്നോളജി ആണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് സാങ്കേതിക വിദ്യയാണ്? അത് ഏതാണ്? DNA ഫിംഗർ പ്രിൻ്റ് ആണ് കേട്ടോ. ഒരാളെ തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആയിരിക്കുള്ളൂ. ഇനി ഈ സാങ്കേതികതയുടെ അടിസ്ഥാനം എന്താണ്? അതായത് എല്ലാവരുടെയും എന്താണ് ഈ DNA അതിനകത്ത് ഉണ്ടാകുന്ന ന്യൂക്ലിയോറ്റൈഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ആ സീക്വൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ DNA ഫിംഗർ പ്രിൻ്റ് എന്തായാലും പഠിക്കുക. അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ അതും എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനം എന്തെന്ന് ചോദിക്കുമ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഡെഫിനീഷൻ എടുത്ത് എഴുതി വെച്ചാൽ മതി കേട്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഒരു ഗ്രാഫ്
ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിൽ കുറച്ച് അസുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മലേറിയ, ട്യൂബർക്കുലോസിസ്, റാറ്റ് ഫീവർ, ഫിലാരിയാസിസ്, ഓക്കെ, മന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബാധിച്ചിരിക്കുന്ന അസുഖം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാടാ? മലേറിയയാണ്. മലേറിയയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബാധിച്ചിരിക്കുന്നത്. രണ്ടാമത്, സജസ്റ്റ് പ്രിക്കോഷൻ ടു പ്രിവെൻറ്റ് ഇറ്റ് സ്പ്രെഡ്. ഈ മലേറിയ പകരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ്, മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ മലേറിയ പരത്തുന്ന ആരാണ്? കൊതുകുകളാണ്. അപ്പോൾ കൊതുകുകൾ ഇല്ലാതാക്കുക എന്നതാണ് ആദ്യത്തെ മുൻകരുതൽ. അപ്പോൾ കൊതുക് നിവാരണം, ഓക്കെ, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കൊതുക് വളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ, അതായത് വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ വീടും പരിസരവും ശുദ്ധിയായിട്ട് നോക്കുക, അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്, ഐഡന്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസസ് ഫ്രം ദ ഗ്രാഫ്. ഈ ഗ്രാഫിലെ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ട്യൂബർക്കുലോസിസ് ആട്ടോ. ട്യൂബർക്കുലോസിസ് എന്താണ്? ക്ഷയരോഗം ബാക്ടീരിയ പരത്തുന്നതാണ്. അതുപോലെ റാറ്റ് ഫീവർ, എലിപ്പനിയും എന്ത് തന്നെയാണ്? നമ്മുടെ ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് കേട്ടോ. ഫിലാരിയസിസ് ബാക്ടീരിയ അല്ല, വാംസ് ആണ്, വിരകൾ പരത്തുന്ന രോഗമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പാത്തോജൻസ് ആണ് അസുഖം, അതായത് ഇപ്പോൾ എയ്ഡ്സ് എന്താണ്? വൈറസ് പരത്തുന്നത്. നിപ്പ എന്താണ്? വൈറസ് പരത്തുന്നതാണ്. അപ്പോൾ ഓരോന്നും എന്താണ് പരത്തുന്നത് എന്നുള്ളത്, ഏത് പാത്തോജനാണ് പരത്തുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, കണ്ടില്ലേ? ഐഡന്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസസ്, അതായത് ഏതാണ് ഇതിനകത്ത് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഓരോ രോഗവും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഏതൊക്കെ പാത്തോജൻസ് ആണ് അത് പരത്തുന്നതെന്നുള്ളത് നോക്കുക. അതായത് ബാക്ടീരിയ ആണോ, അല്ലെങ്കിൽ വൈറസ് ആണോ, അല്ലെങ്കിൽ എന്താണ്, വാംസ് ആണോ, പ്രോട്ടോസോവയാണോ എന്നൊക്കെയുള്ളത് കറക്റ്റായിട്ട് നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് മലയാളം, ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അടുത്തത് നമ്മുടെ ഈ പറയുന്ന പോലെ ഡാർവിൻ്റെ തിയറിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഡാർവിൻ്റെ തിയറിയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പോൾ അത് നോക്കി വെക്കുക. അതായത് ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രാണികളെ ഭക്ഷണമാക്കുന്നവയുണ്ട്, കള്ളിമുൾ ചെടികളെ ഭക്ഷണമാക്കുന്നവയുണ്ട്, അതുപോലെ വിത്ത് തീനി കുരുവികൾ, അതായത് സീഡ് ഈറ്റിംഗ്, അതായത് സീഡ് കഴിക്കുന്ന കുരുവികളുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ദീസ് സ്പീഷീസ് ബേസ്ഡ് ഓൺ ഡാർവിൻ തിയറി. അതായത് ഈ പറയുന്ന പുതിയ സ്പീഷീസുകൾ രൂപപ്പെടാനായിട്ട് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം അനുസരിച്ച് ഇത് വിശദീകരിക്കുക. അത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ സീഡ് ഭക്ഷിക്കുന്നവയായാലും, അല്ലെങ്കിൽ ഈ പ്രാണികളെ ഭക്ഷിച്ച് ജീവിക്കുന്നവയായാലും, അല്ലെങ്കിൽ കള്ളിമുൾ ചെടി ഭക്ഷിച്ച് ജീവിക്കുന്ന കുരുവികളായാൽ കൂടി അവർ ഈ പറയുന്ന അവരുടെ ഭക്ഷണത്തിനനുസരിച്ച്, അവരുടെ ചുറ്റുപാടിനനുസരിച്ച് പൊരുത്തപ്പെട്ട് അവരുടെ ബീക്കുകൾ സെറ്റായാൽ മാത്രം, അതായത് അവരുടെ ചുണ്ടുകളുടെ വലിപ്പവും ഷേപ്പുകൾ കറക്റ്റായാൽ മാത്രമാണ് അവയ്ക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ അവരുടെ ഈ പറയുന്ന ആ ഒരു ബീക്കിൻ്റെ ഷേപ്പിൽ വ്യത്യാസങ്ങൾ വന്ന ആൾക്കാരാണ് എന്താ അവിടെ നിലനിൽക്കുകയും പ്രകൃതി നാച്ചുറലി സെലക്ഷൻ സംഭവിക്കുകയും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ എന്താണ്, ആ ജീവികൾ നശിച്ചു പോകുന്നുണ്ട്, ഓക്കെ, ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ നമ്മുടെ പ്രകൃതിയോട് ചേർന്ന ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബോഡിയിൽ പൊരുത്തപ്പെടാനായിട്ട് ബീക്കിൻ്റെ സൈസിലും ഷേപ്പിലൊക്കെ മാറ്റം വന്ന കുരുവികൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അതിജീവിക്കുന്നുള്ളൂ, നാച്ചുറലി സെലക്ഷൻ സംഭവിക്കുന്നുള്ളൂ. അവ എന്തുണ്ട്, ഈ ഒരു മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുമൂലം ന്യൂ സ്പീഷീസിന് കാരണമാകുന്നു. അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഡാർവിൻ തിയറി എന്തായാലും നോക്കിയിരിക്കുക. എൻ്റെ നാച്ചുറൽ ഒരു 5 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റെപ്പുകളും പഠിക്കുക. അതുപോലെ തന്നെ ആ കുരുവികളുടെ ചുണ്ടുകളുടെ പ്രത്യേകതകളെ ബേസ് ചെയ്തിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ എന്തായാലും നോക്കുക കേട്ടോ. എന്തായാലും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. മിനിമം 2 മാർക്ക് ഡാർവിൻ്റെ തിയറിയിൽ നിന്ന് മിനിമം ആണ് കേട്ടോ. 2 മാർക്കിനുള്ളത് ഉണ്ടാകും. ഡാർവിൻ്റെ തിയറിയുടെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകില്ല. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക. ഇനി അടുത്തത് ഇത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ മക്കളെ, ഇതെന്താണ്? 2 കല്ല് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണെങ്കിൽ RNA ആണ് കേട്ടോ. ഇത് RNA എന്ന് പറയുന്ന RNA ആണോ ഉള്ളത്. ഇനി ചോദിച്ചിരിക്കുന്ന ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന RNA ഏതാണ്? ഇതെങ്ങാനും പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് ബാധിക്കുന്നത്? ഓക്കെ, ഏത് ഘട്ടത്തിനെയാണ് ബാധിക്കുന്നത്? അതായത് നിങ്ങൾ എല്ലാ RNAയുടെയും പടവും അതിൻ്റെ ഫംഗ്ഷൻസും പഠിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് നിർബന്ധമായിട്ടും പഠിക്കുക. അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് പ്രോട്ടീൻ സിന്തസിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് RNA ആണ്. ഇനി ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ്റെ സിന്തസിസ് കറക്റ്റായിട്ട് നടക്കില്ല. അതായത് പ്രോട്ടീൻ്റെ നിർമ്മാണം നടക്കില്ല. അതുമൂലം എന്താണ്, നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ ഡിസ്റ്റർബ് ആകുന്നുണ്ട്. അതാണ് ഇത് സജ്ജമായില്ലെങ്കിൽ അല്ലെങ്കിൽ RNA വർക്ക് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് RNA ആണ്. RNA എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ആയില്ലെങ്കിൽ എന്താണ്, കറക്റ്റായിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല, പ്രോട്ടീൻ്റെ നിർമ്മാണം നടക്കില്ല. അതുമൂലം നമ്മുടെ മെറ്റാബോളിക് കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബ് ആകുന്നുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി അടുത്തത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ചിമ്പാൻസിയുടെ ഈ പറയുന്ന ഡിഫറൻസ് ഇൻ അമിനോ ആസിഡ് ഓഫ് ദ ബീറ്റ ചെയിൻ കമ്പയർ ടു ഹ്യൂമൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിമ്പാൻസിക്ക് 0 ഡിഫറൻസ് ആണുള്ളത്. ഗൊറില്ലയ്ക്ക് 1 ഡിഫറൻസ്
ഡിഫറൻസ് ആണുള്ളത്. റാറ്റിനാണെന്നുണ്ടെങ്കിൽ 31 ഡിഫറൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് ബ്രാഞ്ച് ആണെന്ന്. ബയോമോളിക്കുലർ ആണ് കേട്ടോ. മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ആ ഒരു വിഭാഗമാണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ അതാണ്, വിച്ച് ബ്രാഞ്ച് ഓഫ് ബയോളജി ഈസ് എവിഡൻസ് ഗിവൺ ടേബിൾ റിലേറ്റഡ് ടു, അതായത് ഇത് ഏത് ജീവശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ആ ശാഖയാണ്. എക്സ്പ്ലെയിൻ ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ദ ഓർഗാനിസം ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ആ എവല്യൂഷണറി പരിണാമപരമായിട്ടുള്ള ബന്ധം വിശദീകരിക്കാനാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിമ്പാൻസിയും മനുഷ്യനും തമ്മിലും എന്താണ് അമിനോ ആസിഡുകളുടെ, അതായത് ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡും മനുഷ്യനായിട്ടുള്ള വ്യത്യാസത്തിൽ യാതൊരുവിധ എണ്ണത്തിനും വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് നിൽക്കും മനുഷ്യനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചിമ്പാൻസിയാണ്. അതിനുശേഷം ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ എന്തിനുള്ളൂ, ഗൊറില്ലക്കുള്ളൂ. റാറ്റിനാണെങ്കിൽ 31 ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു ജീവിയിൽ നിന്നാണ് അടുത്തത് ഇങ്ങനെ വന്ന് പോയതെന്ന് നമുക്ക് ഈ ഒരു മോളിക്കുലർ ബയോളജിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചിമ്പാൻസി കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിമ്പാൻസി നമ്മൾ തമ്മിൽ ഈ പറയുന്ന അമിനോ ആസിഡിൻ്റെ ആ ഇതിൽ വ്യത്യാസങ്ങൾ ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഹ്യൂമൻ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആരായിട്ടാണ്? ചിമ്പാൻസി ആയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ ചോദ്യം വരാം, ഹ്യൂമൻ ഏറ്റവും ആയിട്ട് അടുത്തിരിക്കുന്ന കുരങ്ങാണോ? അല്ല, കുരങ്ങല്ല, ചിമ്പാൻസിയാണ്. കുരങ്ങ് വേറെ വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, ഒരു കർഷകൻ കുരുമുളക് തോട്ടം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ അവിടെ ഓഫീസർ ചെടികളൊക്കെ നോക്കി. ഓക്കെ, അപ്പോൾ അതന്നെ, ഒരു കർഷകൻ കുരുമുളക് തോട്ടം സന്ദർശിച്ച കൃഷി ഓഫീസർ, ഒരു കർഷകൻ്റെ കുരുമുളക് തോട്ടം സന്ദർശിച്ച കൃഷി ഓഫീസർ ചെടികളെ നിരീക്ഷിച്ച ശേഷം അവയ്ക്ക് ദ്രുതവാട്ടം എന്ന് പറയുന്ന രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു. ഈ രോഗകാരി ഏതാണ്? ദ്രുതവാട്ടം അതേതായിരിക്കും ആ ഒരു അസുഖം പരത്തുന്നത്? ഫംഗസ് ആണ് കേട്ടോ, അത് ഫംഗസ് ആണ്. ഓക്കെ, വിൽറ്റ് ഡിസീസസ്, ക്വിക്ക് വിൽറ്റ് ഡിസീസസ്, അത് ഏതാണ്? ഫംഗസ് ആണ്. ഇത് ഏതെല്ലാം ലക്ഷണങ്ങൾ നിരീക്ഷിച്ചിട്ടായിരിക്കും ആ രോഗം അതാണെന്ന് ആ ഓഫീസർ തിരിച്ചറിഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? അതായത് ഈ ദ്രുതവാട്ടം അല്ലെങ്കിൽ ക്വിക്ക് വിൽറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ എപ്പോഴും നനഞ്ഞ പോലെ തോന്നും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് ദ്രുതവാട്ടത്തിൻ്റെ ലക്ഷണമാണെന്നുള്ളത്. അത് മാത്രമല്ല, ആ ചെടികൾ വാടിപ്പോവുകയും, അതായത് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പെട്ടെന്ന് തന്നെ വാടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ദ്രുതവാട്ടമാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ലക്ഷണങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ഇലകൾ എന്താണ്? നനഞ്ഞിരിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ അത് വാടിപ്പോയിട്ട് ഇലകളെല്ലാം കൊഴിഞ്ഞിട്ട് വാടിയിരിക്കുന്നുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ദ്രുതവാട്ടമാണ്, അല്ലെങ്കിൽ ക്വിക്ക് വിൽറ്റ് ഡിസീസസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് ഇനി ഒരു കുട്ടി സ്കൂളിലെ രക്തദാന ക്യാമ്പിൽ രക്തദാതാക്കളെയും സ്വീകർത്താക്കളെയും പൊരുത്തം കണ്ടെത്താനായിട്ട് ഒരു അവസരം ലഭിച്ചു. അപ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും കുട്ടി ഈ പറയുന്ന പൊരുത്തം കണ്ടെത്തിയിരിക്കുന്നത്? അതായത് അതിനകത്തെ ആൻറ്റിജൻസിൻ്റെയും ആൻറ്റിബോഡീസിൻ്റെയും നോക്കിയിട്ടാണ് ആ പൊരുത്തം നമ്മൾ കണ്ടെത്തുന്നത്. അതായത് RH ഫാക്ടർ ഉണ്ടോയെന്ന് നോക്കും. അതുപോലെ തന്നെ ആൻറ്റിജൻ ഏതൊക്കെയാണ്, ആൻറ്റിബോഡി ഏതൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രക്തത്തിൻ്റെ പൊരുത്തം നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മാച്ച് നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡോണർ ബ്ലഡ് കണ്ടെയ്ൻ ആൻ ആൻറ്റിജൻ ആൻഡ് ദാറ്റ് ഈസ് നാച്ചുറലി ആബ്സെൻറ്റ് ഇൻ എ റെസിപ്പിയൻ ബ്ലഡ്? അതായത് സ്വീകർത്താവിൻ്റെ രക്തത്തിൽ സ്വാഭാവികമല്ലാത്ത ആൻറ്റിജൻ ദാതാവിൽ നിന്ന് എത്തിയാൽ എന്ത് സംഭവിക്കുന്നു? അതായത് നമ്മുടെ ശരീരത്തിന്, അല്ലെങ്കിൽ ഒരാളുടെ രക്തം സ്വീകരിക്കുന്ന ആള് വേറൊരാളിൽ നിന്ന് രക്തം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ സ്വീകരിക്കുന്ന ആളുടെ ആൻറ്റിബോഡീസും അതുപോലെ തന്നെ ഈ സ്വീകരിച്ച ആളുടെ ആൻറ്റിജനും തമ്മിൽ പ്രവർത്തിച്ച് രക്തക്കട്ട ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മിസ്മാച്ച് ആയിട്ടുള്ള, അതായത് മാച്ച് അല്ലാത്ത രക്തങ്ങൾ തമ്മിൽ കൂടിച്ചേരാൻ പാടില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ രക്തം സ്വീകരിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം. അവിടെ രക്തക്കട്ട, ആൻറ്റിജനും ആൻറ്റിബോഡീസും സ്വീകരിക്കുന്ന ആളുടെയും അതുപോലെ തന്നെ കൊടുക്കുന്ന ആളുടെയും തമ്മിലുള്ള ആൻറ്റിജൻസും ആൻറ്റിബോഡീസും തമ്മിൽ പ്രവർത്തിച്ച് രക്തക്കട്ട ഫോം ചെയ്യാനുള്ള കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് മാച്ചായിട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ RH ഫാക്ടർ കറക്റ്റ് ആയിട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് SLCക്ക് പറയാൻ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം. ഇത് ഓൾറെഡി മോഡൽ എക്സാമിന് വന്നിരുന്നു. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. വാട്ട് ഡസ് ഇലിസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഇത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏതാണിത്? ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ക്രിസ്പർ അല്ലേ? ക്രിസ്പർ ടെക്നോളജിയാണ്. X എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? X ഏതാണ്? X എന്ന് പറയുന്ന ഗൈഡ് RNA ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദിക്കുന്ന കാസ്നെയിൻ എൻസൈമിൻ്റെ പ്രവർത്തനത്തെ തുടർന്ന് നടക്കുന്ന പ്രക്രിയ ഒരു ജീവിയുടെ സ്വഭാവത്തിൽ എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും? അത് ക്രിസ്പർ ടെക്നോളജി വഴി നമുക്കൊരു ജീവിയുടെ ആവശ്യമില്ല, അൺവാണ്ടഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യാനും ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ക്രിസ്പർ ടെക്നോളജിയിൽ വഴി ജീവികളിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ആവശ്യമില്ലാത്ത DNA ജീൻസിനെ നമുക്ക് മാറ്റിയിട്ട് നല്ല ജീൻസിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഇതേതാണ്? കോൺ സെൽസ് ആണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് സെൽസ് ആണ്? ഇത് കോൺ സെല്ലാണ്. കോൺ പോലെ ഇരിക്കുന്നു അല്ലേ? കോൺ പോലെ ഇരിക്കുന്നെങ്കിൽ എന്താണ്? അത് കോൺ സെല്ലാണ്. ഇനി ഇതിൻ്റെ വാട്ട് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ് സെൻസിറ്റിവിറ്റി ടു ഡിഫറെൻറ്റ് വേവ് ലെങ്ത്? വ്യത്യസ്ത തരംഗദൈർഘ്യത്തോട് കൂടിയിട്ടുള്ള ഈ കോശങ്ങൾ
കോശങ്ങളുടെ പ്രതികരണം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടും? കാരണം ഇവയിൽ വ്യത്യസ്ത ഇൻറ്റൻസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ വേവ് ലെങ്ത് ആയിരിക്കുന്ന പ്രകാശം വന്ന് വീഴുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട്. അതുവഴിയിട്ടാണ് നമ്മൾ വർണ്ണക്കാഴ്ച അല്ലെങ്കിൽ കളർ വിഷൻ നമുക്ക് സാധ്യമാക്കുന്നത്. അതാണ് പ്രയോജനം. നമുക്ക് കളർ വിഷൻ സാധ്യമാക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന കോൺകോശങ്ങൾ, എസ് എന്ന് പറയുന്ന കോൺകോശം വേണം, എൽ എന്ന് പറയുന്ന കോൺകോശം വേണം, എം എന്ന് പറയുന്ന കോൺകോശങ്ങൾ, കോൺസെൽസ് വേണം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കളർ വിഷൻ സാധ്യമാക്കുകയുള്ളൂ. അതായത് ഡിഫറൻ്റ് ആയിരിക്കുന്ന വേവ് ലെങ്ത് ആയിട്ടുള്ള ലൈറ്റ് വരുന്ന സമയത്ത് ഇവയുടെ സ്റ്റിമുലേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കളർ വിഷൻ നമുക്ക് സാധ്യമാകുന്നത്. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി 14ാമത്തെ കേട്ടോ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാണ്. കറൻ്റ്ലി ദർ ഈസ് നോ മെഡിസിൻസ് ടു കംപ്ലീറ്റ്ലി ക്യൂർ ദ ഡിസീസ്. അതായത് ഇതിന് മെഡിസിൻ ഇല്ലെന്നാണ് പറയുന്നത്. ഇതുവരെ മെഡിസിൻ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി എന്ന് പറയുന്ന സംഭവം വഴി അവർക്കിടെ ഈ പറയുന്ന വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ മെയിൻറ്റെയിൻ പേഷ്യൻ്റ് ഇമ്മ്യൂണിറ്റി, പേഷ്യൻറ്റിൻ്റെ രോഗിയുടെ രോഗപ്രതിരോധ ശേഷിയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് ഏത് അസുഖമാണ്? ഏത് അസുഖമായിരിക്കും? എയ്ഡ്സ് ആയിരിക്കും കേട്ടോ. നമുക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് നേരെ എന്തിലേക്ക് ഫോക്കസ് ചെയ്യും? എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിൽ. അപ്പോൾ എയ്ഡ്സ് ആണ് അസുഖമായിട്ട് വരുന്നത്. ഇനി ഹൗ ഡസ് അഫക്ട് ദ ബോഡി? ഇത് എങ്ങനെയാണ് ബോഡീനെ അഫക്ട് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഈ പറയുന്ന ബോഡിയിലേക്ക് അത് ആക്രമിക്കുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉപയോഗിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബോഡീനെ ഇത് ബാധിക്കുന്നത്. അതുവഴി പലതരത്തിലുള്ള അസുഖങ്ങൾ എയ്ഡ്സ് രോഗികൾക്ക് വരുന്നുണ്ട്. ഹൗ ക്യാൻ ഇറ്റ്സ് ട്രാൻസ്മിറ്റഡ് ബി പ്രിവെൻറ്റഡ്? ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇതിൻ്റെ പകർച്ച എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമോടാ? അതായത് നമുക്ക് ഈ പറയുന്ന സിറിഞ്ചസുകൾ സ്റ്റെറൈൽ ആയിരിക്കുന്ന സിറിഞ്ചസുകൾ യൂസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുന്നെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഈ പാക്കറ്റ് പൊട്ടിക്കുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവോയ്ഡ് സെക്ഷൽ കോൺടാക്റ്റ്, അതായത് എയ്ഡ്സ് ഉള്ള പേഷ്യൻസ് ആയിട്ട് സെക്ഷൽ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്സ്റ്റിൽ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് രക്തം കട്ടപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓർഡർ ആക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? അതന്നെ എക്സ്പ്ലെയിൻ, പ്രോസസ്സ് ചെയ്യാനാണ്. പ്രോംത്രോബിനെ കൊടുത്തിട്ടുണ്ട്, ഫൈബ്രിനോജനെ കൊടുത്തിട്ടുണ്ട്, ഫൈബ്രിനെ കൊടുത്തിട്ടുണ്ട്, ത്രോംബോപ്ലാസ്റ്റിനെ കൊടുത്തിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഇൻക്ലൂഡിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ദ സീക്വൻഷ്യൽ ഓർഡർ. ഇത് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് അഥവാ രക്തം കട്ടപിടിക്കുന്നതിൻ്റെ ആ ഒരു ഓർഡർ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്ലഡ് ക്ലോട്ടിംഗ് എന്തായാലും ചോദിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. എളുപ്പമാണ്. നമ്മൾ ഈ പേരുകൾ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെ എളുപ്പമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് മുറിവേറ്റ ഭാഗത്തെ സെൽസുകൾ പ്ലേറ്റ്ലേറ്റും എന്താണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈമിനെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രക്തത്തിലെ പ്ലാസ്മയിലുള്ള പ്രോംത്രോബിനെ ത്രോബിനാക്കി മാറ്റുന്നു. ത്രോബിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഈ ഫൈബ്രിൻ അവിടെ ഈ പറയുന്ന നെറ്റ്വർക്കായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ രക്തക്കട്ട ഫോം ചെയ്യുന്നു. അതാണ് രക്തം കട്ടപിടിക്കലിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് രക്തം പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതല്ലാതെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോസസ്സ്? അത് അല്ലാതെ വേറെ ഇമ്പോർട്ടൻസ് എന്താണ്? രക്തം കട്ടപിടിക്കാനായിട്ട് ഈ പ്രോസസ്സ് സഹായിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്? പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നതും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ പ്രോസസ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ചോദിച്ചിരിക്കുന്നത്. രക്തപ്രവാഹം തടയുക എന്നതിലുപരി ഈ പ്രക്രിയയുടെ ഈ പ്രോസസ്സിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്താണ്? അതായത് പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് അല്ല, സിറ്റുവേഷൻ. എന്ന് പറയുന്നത് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഡിക്രീസസ്, അതായത് കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയുന്നുണ്ട്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസ്, അതായത് കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ റിക്വയർ ഇൻ സിറ്റുവേഷൻ ബി? ബിയിൽ ഏത് ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് ബി എന്ന് പറയുന്നത് ഇതാണ്, കാൽഷ്യം ലെവൽ ബ്ലഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഏത് ഹോർമോണാണ്? കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അത് ഏത് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഏത് ഗ്ലാൻഡാണ്? തൈറോയ്ഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡാണ് കാൽസിറ്റോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയാണ് കാൽസിറ്റോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ബി എന്ന് പറയുന്ന സിറ്റുവേഷൻ സമയത്ത് ഏത് ഗ്ലാൻഡാണ് റെസ്പോൺസിബിൾ ആകുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡാണ് കേട്ടോ. ഹൗ ഡസ് ദ ഹോർമോൺ ഇൻ സിറ്റുവേഷൻ എ ഹെൽപ്പ് മെയിൻറ്റെയിൻ ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം? അതായത് നമ്മുടെ എ എന്ന് പറയുന്ന ഈ സിറ്റുവേഷനിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് പാരാത്തോർമോൺ എന്ന് പറയുന്ന ഹോർമോണാണ്.
പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോണാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഈ പറഞ്ഞ കിഡ്നിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽഷ്യത്തിനെയും ഫോസ്ഫേറ്റിനെയും റീഅബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബോൺസിൽ നിന്നിട്ട് കാൽഷ്യം ഫോസ്ഫേറ്റും മിക്സ് ആവുന്നത്, അതിൻ്റെ ബോൺസിൽ നിന്ന് പറയുന്ന കാൽഷ്യം ആയാലും ഫോസ്ഫേറ്റും മിക്സ് ആവുന്നതിൻ്റെ അതിൻ്റെ സ്പീഡ് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നിട്ട് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുന്നുണ്ട്. ഇതുവഴിയാണ് നമ്മുടെ കുറഞ്ഞ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂട്ടാനായിട്ട് പാരാതെർമോൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം കേട്ടോ, അതും ചോദിക്കും, സാധാരണയായിട്ട് ചോദിക്കുക എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ബിയിലാണ്. 16ാമത്തിൽ ബി വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഭാഗം, എ എന്ന് പറയുന്ന പുറം ഭാഗമാണ് കോട്ട്. അപ്പോൾ ഇതെന്താ? കോർട്ടെക്സ് ആണ്. ഇതെന്താണ്? മെഡുലയാണ്. ഇത് മെഡുലയാണ്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ഹോർമോൺസ് പ്രൊഡ്യൂസർ എ കോൾഡ്? എ എന്ന് പറയുന്ന ഹോർമോൺസിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരുന്ന കോർട്ടിക്കോസ്റ്റിറോയിഡ് ഹോർമോൺസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, മെൻഷൻ 2 ഹോർമോൺസ് ഇൻ ദിസ് ടൈപ്പ്, റൈറ്റ് 2 ഫംഗ്ഷൻസ്. അതായത് ഈ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസിന്റെ പേര് എഴുതാണ്ട്, ആൽഡോസ്റ്റിറോൺ എഴുതാം, കോർട്ടിസോൾ എഴുതാം, അല്ലെങ്കിൽ ആൻഡ്രോജൻ എഴുതാം. അതിന്റെ ഫംഗ്ഷൻസും പറഞ്ഞിട്ടുണ്ട്. കോർട്ടിസോൾ ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അലർജി റിയാക്ഷൻസിനൊക്കെ പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ കോർട്ടിസോൾ ആണ്. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ പറയുന്ന കോർട്ടിസോൾ ആണ്. അതുപോലെ നമ്മുടെ ബ്ലഡിലെ മിനറൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? കോർട്ടിസോൾ ആണ്. ഓക്കെ അല്ലേ? യെസ്. മിനറൽസ് അതല്ല കേട്ടോ, ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കോർട്ടിസോൾ. ഇനി ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഫംഗ്ഷൻസ് എല്ലാത്തിനെയും നോക്കി വെച്ചേക്കാം. ആൻഡ്രോജൻ ആണെങ്കിൽ സെക്ഷൽ ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതാണ് ക്വസ്റ്റ്യൻ. ബ്രെയിൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബ്രെയിൻ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എക്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഗ്ലാൻഡ് ഏതാണ്? എക്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്ലാൻഡ് ഏതാണ്? സെറിബെല്ലം ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ലേബിൾ ദ പാർട്ട് ആക്ടിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇതിനകത്ത് ബ്രെയിനിലെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി എക്സ് എന്ന് പറയുന്ന ഭാഗം, അതായത് സെറിബെല്ലം എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? അതായത് മസ്കുലർ ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ സെറിബെല്ലം ചെയ്യുന്നത്. അപ്പോൾ സെറിബെല്ലം എന്ത് ചെയ്യുന്നുണ്ട്? അതുവഴി ബോഡി ബാലൻസിങ് സഹായിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ചെവിയിലൊരു ഭാഗമുണ്ട്, ഇതാണ് വെസ്റ്റിബുലർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗ്യമുണ്ട്. അപ്പോൾ ലീനിയർ ആയിരിക്കുന്ന മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് വെസ്റ്റിബ്യൂളിലെ രോമകോശങ്ങൾ അല്ലെ ഹെയർ സെൽസ് ആക്റ്റീവായിട്ട് അവിടെ നിന്ന് ഇമ്പൾസ് സെറിബെല്ലത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ബോഡി ബാലൻസിങ് റെഡിയാക്കുന്നുണ്ട്. ഇനി റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ മൂവ്മെൻറ്റ് ആണെങ്കിൽ സെമി സർക്കുലർ കനാലിലെ ഫ്ലൂയിഡിൽ മൂവ്മെൻറ്റ് സംഭവിക്കും. അവിടെ ഹെയർ സെൽസ് ആക്റ്റീവ് ആവുകയും, അതായത് സ്റ്റിമുലേറ്റ് ആവുകയും, അതുവഴി ഇമ്പൾസ് ഫോം ചെയ്തിട്ട് നേരെ നമ്മുടെ ഈ പറയുന്ന സെറിബെല്ലത്തിലേക്ക് കൊടുത്ത് ബോഡി ബാലൻസിങ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ഓക്സിൻ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്സിൻ എന്ന് പറയുന്ന ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രം ഷോസ് എ മൂവ്മെൻറ്റ് ഓഫ് ഹോർമോൺസ്. ഐഡന്റിഫൈ ദ ഏത് ഹോർമോൺ ആണ് ഇതിനെക്കുറിച്ചുള്ള പ്രവർത്തനമാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിരുന്നത്? ഓക്സിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്സിൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ ഹോർമോൺ ആൻഡ് പ്ലാന്റ് മൂവ്മെൻറ്റ്. ഫോട്ടോപീരിയഡിസോ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൗ ഡസ് ദിസ് മൂവ്മെൻറ്റ് ഇറ്റ് പോസിബിൾ? എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്? അതായത് നമ്മുടെ ഓക്സിന് പ്രകാശത്തിൻ്റെ നേരെ നിന്ന് ഒളിക്കാനുള്ള പ്രവണത, ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് പ്രകാശം എവിടെയാണ്, ലൈറ്റ് എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓക്സിൻസ് വരുന്നുണ്ട്. അവിടെ ഓക്സിൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിൻസും അവിടുത്തെ റിസപ്റ്ററും തമ്മിലൊരു കോംപ്ലക്സ് ഉണ്ട്. അതായത് സെൽസും തമ്മിൽ അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടാവുകയും അതുമായി പ്രവർത്തിച്ച് അവിടെ സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുവഴി ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നതാണ്. ഫിഗർ എന്താണ്? അക്രോമെഗാലി എന്ന് പറയുന്നതാണ്. അതായത് ദ ഫിഗർ ഷോസ് എ ഡിസോർഡർ റിലേറ്റഡ് ടു സെക്രീഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോണിൻ്റെ റിലേറ്റ് ചെയ്തിട്ടൊരു ഡിസോർഡർ ആണ്. അക്രോമെഗാലി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഐഡന്റിഫൈ ദ ഹോർമോൺസ് ആൻഡ് നെയിം ദ ഹോർമോൺ ഇറ്റ് കൺട്രോൾ ഇറ്റ് സെക്രീഷൻ. അതായത് ഈ ഹോർമോൺ ഏതാണ്? ഹോർമോണിൻ്റെ പേരെന്താണ്? സൊമാറ്റോട്രോപ്പിൻ ആണ്. ഇത് സെക്രീഷൻ, നെയിം ദ ഹോർമോൺ ദാറ്റ് കൺട്രോൾ സെക്രീഷൻ. അതെ, ഐഡന്റിഫൈ ദ ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ്. ഇനി ഇതിൻ്റെ വേറൊരു ഹോർമോൺ നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിങ് ഹോർമോൺ കേട്ടോ. റിലീസിങ് ഹോർമോണും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോണും ഈ ഒരു അസുഖത്തിന് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വളർച്ചാഘട്ടം കഴിഞ്ഞിട്ടും സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴുണ്ടാകുന്ന കണ്ടീഷനാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഹിബിറ്ററി ഹോർമോൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം മതി എന്നുള്ളത് പറയുന്നില്ല. അതുമൂലമാണ് നമുക്ക് അക്രോമെഗാലി എന്ന് പറയുന്ന ഈ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മെൻഷൻ ദ ഡിസോർഡർ കോസ്ഡ് ബൈ ദ ഇംബാലൻസ് ഓഫ് ദെയർ സിംറ്റംസ്. അതായത് ഈ ലക്ഷണങ്ങൾ, ഈ ഒരു സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനക്കുറവുണ്ടാകുന്ന മറ്റൊരു ഡിസോർഡേഴ്സ് അത് ഏതൊക്കെയാണ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്
ജൈജാൻഡിസോണ്, അതായത് വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴുണ്ടാകുന്ന കണ്ടീഷനാണ് ജൈജാൻഡിസോ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാവും, അതാണ് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത് ഡോർഫിസോ ആണ്, വാമനത്വം എന്ന് പറയുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്ന വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും, അപ്പോൾ അവരെന്താ വളർച്ച മുരടിക്കുന്നു, അതാണ് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെറ്റാണ് മക്കൾ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സൊമാറ്റോട്രോപ്പിനെ നിയന്ത്രിക്കുന്ന മറ്റു ഹോർമോൺസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഏതാണ് കൺട്രോൾ ചെയ്യുന്നത്, അത് റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്ററി ഹോർമോൺസും നമ്മൾ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കറക്റ്റായിട്ട് വായിച്ചു വെക്കുക. കാര്യം മിസ് തന്നെ വായിച്ചു നോക്കിയിട്ട് കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന റിലീസിങ് ഹോർമോൺ സൊമാറ്റോട്രോപ്പിംഗ് ആണ്. അപ്പോൾ സൊമാറ്റോട്രോപ്പിങ്ങിൻ്റെ ഉൽപ്പാദനത്തിന് അതുമാത്രമല്ല അതിനകത്ത് വർക്ക് ചെയ്യുന്ന TSH, സൊമാറ്റോട്രോപ്പിംഗ് മാത്രമല്ല TSH ഉണ്ട്, ACTH ഉണ്ട്. അതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഈ പറയുന്ന റിലീസിങ് ഹോർമോണും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺ എന്താണ്, അതിനകത്തൊരു റിലേഷൻ ഉണ്ട്. റിലീസിങ് ഹോർമോൺ പറഞ്ഞാൽ മാത്രമാണ് ഇത്തരം ഹോർമോണുകൾ പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺ പറഞ്ഞാൽ മാത്രമാണ് ഇത്തരം ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഹോർമോൺസിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷേ സൊമാറ്റോട്രോപ്പിൻ്റെ കാര്യത്തിൽ ഓവറായാലും പണിയാണ്. ഓവറായി കഴിഞ്ഞാൽ അക്രോമെഗാലി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് സിയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. നമ്മുടെ എക്സാംസിന് അത്യാവശ്യം ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതല്ലാതെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് വെച്ചുകൊണ്ടിരുന്ന്, അതായത് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണ്. അപ്പോൾ റെസ്റ്റ് നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. വിഷ് ഓൾ ദി ബെസ്റ്റ്.